ഹായ്, വെൽക്കം ബാക്ക് ടു ഹാലിസ് ഫാമിലി. ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ലവ് മാനിഫെസ്റ്റേഷൻസ് ആണ്. സ്നേഹബന്ധവുമായി ബന്ധപ്പെട്ട മാനിഫെസ്റ്റേഷൻ്റെ വാക്കുകൾ. ഇതിങ്ങനെ അഫർമേഷൻസ് എഴുതി വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതിൽ നേരത്തെ ഞാൻ മണി മാനിഫെസ്റ്റേഷൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലവ് മാനിഫെസ്റ്റേഷൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു മാനിഫെസ്റ്റേഷൻ, ഞാൻ ആഴത്തിലുള്ള ദീർഘകാലിക സ്നേഹത്തിന് അർഹനാണ് അല്ലെങ്കിൽ അർഹയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വളരെ ആഴത്തിലുള്ള കുറേ കാലത്തേക്ക് ഉള്ള സ്നേഹത്തിന് അർഹനാണ് എന്നുള്ളതാണ്. രണ്ടാമത്, സ്നേഹം എളുപ്പത്തിൽ എനിക്ക് ഒഴുകിയെത്തുന്നു. സ്നേഹം എളുപ്പത്തിൽ എനിക്ക് അല്ലെങ്കിൽ എന്നിലേക്ക് ഒഴുകിയെത്തുന്നു. സ്നേഹം എളുപ്പത്തിൽ എന്നിലേക്ക് ഒഴുകിയെത്തുന്നു. ഇപ്പം നമ്മൾ സാമ്പത്തികം എളുപ്പത്തിലേക്ക് എന്നിലേക്ക് ഒഴുകിയെത്തുന്നു എന്ന് പറയുന്നത് പോലെ സ്നേഹം എളുപ്പത്തിൽ എന്നിലേക്ക് ഒഴുകിയെത്തുന്നു. എൻ്റെ ഹൃദയം സ്നേഹം സ്വീകരിക്കാൻ തുറന്നിരിക്കുന്നു എന്ന് വെച്ചാൽ ഞാൻ ഹൃദയവിശാല മനസ്കനാണ് എന്നുള്ളതാണ്. എൻ്റെ ഹൃദയം സ്നേഹം സ്വീകരിക്കാനായിട്ട് തുറന്നിരിക്കുന്നു. ഞാൻ ആരോഗ്യകരവും പോഷകവുമായ ബന്ധങ്ങളെ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ആകർഷിക്കുന്നു. ഞാൻ ആരോഗ്യകരവും പോഷകകരവുമായിട്ടുള്ള ബന്ധങ്ങളെ ആകർഷിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഞാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള, അല്ലാതെ എപ്പോഴും അടിപിടി കൂടി മനുഷ്യന് ടെൻഷൻ അടിച്ചിരിക്കുന്നതല്ല. ഞാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും നല്ല പോഷകകരമായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബന്ധങ്ങളെ ഞാൻ ആകർഷിക്കുന്നു. ഓരോ ദിവസവും ഞാൻ കൂടുതൽ സ്നേഹമുള്ളവനും സ്നേഹനിധിയുമായി തീർന്നുകൊണ്ടേയിരിക്കുന്നു. ഓരോ ദിവസവും ഞാൻ കൂടുതൽ സ്നേഹമുള്ളവനും സ്നേഹനിധിയുമായിട്ട് തീർന്നുകൊണ്ടിരിക്കുന്നു. അടുത്തത്, എല്ലാ രൂപങ്ങളിലും ഞാൻ സ്നേഹത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മൾ സാമ്പത്തികമായിട്ട് പറയുമ്പോൾ ഞാൻ എല്ലാത്തിനാലും ഞാൻ സമ്പത്തിനാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന പോലെ ഞാൻ എല്ലാത്തിനാലും സ്നേഹത്താൽ അല്ലെങ്കിൽ എല്ലാവരിലും ഞാൻ സ്നേഹത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. എൻ്റെ ജീവിതം സ്നേഹമുള്ള ബന്ധങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. എൻ്റെ ജീവിതം സ്നേഹമുള്ള ബന്ധങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. അപ്പം ഇതാണ് ലവ് മാനിഫെസ്റ്റേഷനായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതാണ് ലവ് മാനിഫെസ്റ്റേഷൻ നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മൾ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.